ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓമീസ് ടോക്സ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഫ്രീ ആണ്. അപ്പം തുടർന്ന് അങ്ങോട്ട് ഇൻഷാല്ലാ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതേ ഞാനൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഗ്ലിറ്റർ ഫോം ഷീറ്റല്ല, നോർമൽ ഫോം ഷീറ്റാണ്. നിങ്ങൾക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആയാലും എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബോട്ടിലിൻ്റെ അടുപ്പെടുത്തിട്ട് റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല നമ്മുടെ കോമ്പസൊക്കെ വെച്ച് റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റൗണ്ടാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഫ്ലവേഴ്സാണ്. എത്ര ഫ്ലവേഴ്സ് നിങ്ങൾക്ക് വേണോ അത്ര അധികം റൗണ്ട്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് നമുക്ക് 3 ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എത്ര എണ്ണമാണോ വേണ്ടത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു കട്ടിട്ട് കൊടുത്തു, പിന്നെ അതെ അടുത്ത സൈഡിലായിട്ട് ഒരു കട്ടിട്ട് കൊടുത്തു, പിന്നെ ഒരു 3 കട്ടിട്ടിട്ട് നമുക്ക് ഇത് 3 പീസാക്കിയിട്ട് മാറ്റിയെടുക്കണം. ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള 3 പീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഒരേപോലെ ആക്കിയെടുക്കാം കേട്ടോ. കാരണം നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒരേ സൈസ് ആവണ്ടേ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കൂടെ ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് സൈസിൽ കിട്ടും. 3 കറക്റ്റ് സൈസിലായിട്ട് കിട്ടും. പിന്നെ ഇന്ന് വരാറുള്ള കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ആമിൻ തന്നെയാണ് പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഇതേപോലെ ഞാൻ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സിസേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ഇതുപോലെ കുനുകുനാ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കണം. എത്ര ഫ്ലവേഴ്സാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് മുഴുവനും ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടി വൈറ്റ് ബീഡ്സ് ആണ്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഫ്ലവർ സ്റ്റേമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവേ. പിന്നെ നമ്മുടെ ആ ഒരു ഫ്ലെക്സിബിൾ വയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വയറാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് കുട്ടി കുട്ടി പീസസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇത്ര ലെങ്ത്തേ ആവശ്യമുള്ളൂ. ആ ഒരു സ്റ്റെമ്മിന് എനിക്ക് ഇത്ര ലെങ്ത്തേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്, ഇത്ര ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പിയുടെ എൻഡിലായിട്ട് നമ്മൾ ആ ഒരു ബീഡ്സ് ഇല്ലേ, വൈറ്റോ നിങ്ങൾ ഏത് കളറാണോ ചൂസ് ചെയ്യണത് അതെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കമ്പി നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലേക്കായിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ വെക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. നല്ല രീതിയിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കമ്പി വെച്ചിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ അതാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു കമ്പി വെച്ചിട്ട് തന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ആ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അത് നിന്നോളും. ഞാനിപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഫോളോ ചെയ്യണത്. ഇല്ലയെന്നുണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിച്ചും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഒരെണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു. പിന്നെ നമുക്ക് എത്ര ഫ്ലവേഴ്സാണോ വേണ്ടത് അത്രയും എണ്ണം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കളേഴ്സ് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റൊക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാവേ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് സെറ്റായി. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒരു സെൻറ്റിമീറ്റർ വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആ സ്റ്റെം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റെമ്മ് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രീൻ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ ഗ്രീൻ ടേപ്പ് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. നോർമലി ഞാൻ ഗ്രീൻ ടേപ്പ് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ആ ഒരു സ്റ്റെമ്മൊന്ന് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ടേപ്പൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവേ. അപ്പോൾ മുഴുവനും ഞാൻ ഇതേപോലെ ഒന്ന് ഗ്രീൻ കളറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ സ്റ്റെമ്മാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് താഴത്തൊരു കെട്ടിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. എന്നിട്ട് ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്നേ ഉള്ളതാണ് കേട്ടോ. അതിനകത്തായിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് അധികം എണ്ണം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും വരാറുള്ളതുപോലെ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.